വയനാട് ദുരന്തത്തിന് ഒരു മാസം വയനാട് ദുരന്തം സംഭവിച്ചിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക്, അതിൻ്റെ ചില റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഇപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നുണ്ട്. അനൂപ് അവിടെ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡൊക്കെ വളരെ സജീവമായി രക്ഷാപ്രവർത്തനത്തിലും തെരച്ചിലും സന്നദ്ധ സേവന പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ജീപ്പുമായി ബന്ധപ്പെട്ട ഒരു വാഗ്ദാനം ഡിവൈഎഫ്ഐ നടത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അനൂപ് അതിൻ്റെ വിശദാംശങ്ങൾ പറയും. തത്സമയ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം. അനൂപ് പറയൂ. യെസ്, ഇവിടെ ദുരന്തം കഴിഞ്ഞ് ഒരു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ഒരു മാസം പിന്നിടുകയാണ്. ഈ ദുരന്തത്തിൽ ഒരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു, കാഴ്ചയായിരുന്നു ചൂരൽമല സ്വദേശിയായ അനീഷിൻ്റേത്. അനീഷിന് 3 മക്കളെയും അമ്മയെയും അദ്ദേഹത്തിൻ്റെ ജീവനോപാധിയായ ജീപ്പും നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഡിവൈഎഫ്ഐയും എല്ലാം ഇപ്പോൾ അവർക്ക് അനീഷിൻ്റെ കുടുംബത്തിന് അവരുടെ ജീവനോപാധിയായ ജീപ്പ് കൈമാറുകയാണ്. അത് മേപ്പടി മാനുവയിൽ വെച്ചാണ് ആ ജീപ്പ് കൈമാറുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതേ ജീപ്പ് 2019 മോഡലുള്ളൊരു പുതിയ ജീപ്പ് കോടഞ്ചേരിയിൽ നിന്ന് വാങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തിന് കൈമാറുകയാണ്. കൈമാറുമ്പോൾ അതിലവർ പ്രത്യേകം ശ്രദ്ധിച്ചത് അതേ മോഡലിലുള്ള ജീപ്പ് തന്നെ അനീഷിന് കൈമാറണമെന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികൾ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇവിടെ എത്തി ജീപ്പ് കൈമാറുകയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന ഭാരവാഹികളുണ്ട്, അദ്ദേഹത്തിൻ്റെ അനീഷിൻ്റെ കൂട്ടുകാരും സഹപ്രവർത്തകരും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു ചടങ്ങാണ്, അതൊരു കൈമാറുന്ന ജീപ്പ് കൈമാറുന്ന ചടങ്ങാണ് ഇപ്പോൾ ഈ മാനുവേലിൽ നടക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഈ ജീപ്പ് കൈമാറുന്ന ചടങ്ങിൽ സംസാരിക്കുകയാണ്. നമ്മുടെ അനീഷ് 900 കണ്ടിയിൽ ഉൾപ്പെടെ ജീപ്പ് ഓടിച്ചുകൊണ്ട് ആ ജീപ്പിൻ്റെ വരുമാനത്തിൽ നിന്ന് ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവനോപാധിയായിട്ടുള്ള ജീപ്പ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൈത്താങ്ങായിക്കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ആലോചിക്കുകയും അതിനടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജീവനോപാധിയായി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ജീപ്പ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജീപ്പ് വാങ്ങി നൽകാൻ വേണ്ടി തീരുമാനിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 10 ദിവസത്തിനിടയിൽ തന്നെയാണ് ഈ തീരുമാനം നമ്മൾ പറഞ്ഞത്. 10 ദിവസം കൊണ്ട് തന്നെ ആ ജീപ്പ് വാങ്ങി അദ്ദേഹത്തിന് നിന്ന് കൈമാറുകയാണ്. ആ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജും സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വി വസീഫും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇത് കൈമാറുന്നതിന് വേണ്ടി അവരെത്തിയിട്ടുണ്ട്. അവർ നേരത്തെ ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളുമായും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇവിടെ സജീവമായി ആ ഘട്ടം മുതലുണ്ടായവരാണ്. അപ്പം ഇപ്പോൾ അവർ ഇത് നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അനീഷിന് ജീപ്പ് നൽകാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുക. എങ്കിലും ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ഇനിയുള്ള മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണത്തിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പിന്തുണയുമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടി സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജില്ലാ പ്രസിഡന്റ് സഖാവ് ഫ്രാൻസിസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു യുവജന സംഘടന എന്ന നിലയിൽ നമ്മളെക്കൊണ്ട് സാധ്യമാവുന്ന എല്ലാവിധ പ്രവർത്തനത്തിലും ഇതിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, മറ്റ് യുവജന സംഘടനകളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും വളരെ സജീവമായി ഈ രംഗത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ ഇവിടെ ധാരാളം ആളുകളുടെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു 25 വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം ഞങ്ങൾ നടത്തിയിരുന്നു. ഞങ്ങളങ്ങനെ പ്രഖ്യാപനം നടത്തിയ ഘട്ടത്തിൽ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുമായിരിക്കും ആ പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ കേരളത്തിലെ യുവജനങ്ങളോട് ഈ ഒരു ആഹ്വാനം നടത്തിയപ്പോൾ
എല്ലാവരും വളരെ സജീവമായി രംഗത്തിറങ്ങിയ അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ വയനാടിന് വേണ്ടി ഞാനുമുണ്ട് എന്ന് പ്രഖ്യാപിച്ച് എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. ഞങ്ങൾ 25 വീട് നിർമ്മിക്കാൻ വേണ്ടി പണമാണ് സ്വാഭാവികമായിട്ടും സ്വരൂപിക്കേണ്ടത്. അപ്പോൾ പണം സ്വരൂപിക്കാൻ വേണ്ടി നേരിട്ട് റെസീറ്റ് അടിച്ച് പിരിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ പഴയ ആക്രി സാധനങ്ങൾ, പത്രങ്ങൾ, അതുപോലെ തന്നെ യുവജനങ്ങളുടെ അധ്വാനം, മറ്റ് പലവിധത്തിലുള്ള ജോലി, ഇതൊക്കെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോഴേക്ക് ചായക്കടകൾ നടത്തി വരുമാനമുണ്ടായി. അപ്പോൾ DYFIയുടെ ഈ പ്രവർത്തനം കണ്ട് കുറേയേറെ ആളുകൾ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഊരി തിരുനലയുണ്ടായി. അവിടെ പശുക്കിടാവിനെ തിരുനലയുണ്ടായി. കഴിഞ്ഞ ദിവസം പീച്ചിയിലെ ഒരു അമ്മ 30 സെൻറ്റ് ഭൂമിയാണ് ഇവിടെ ഞങ്ങളുടെ ഈ പദ്ധതിക്ക് വേണ്ടി തന്നിട്ടുള്ളത്. ഇങ്ങനെ പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ഒരു പുതിയ മാർഗം അവലംബിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ച 25 വീടിനപ്പുറം ഏതാണ്ട് 100-ൽ കൂടുതൽ വീട് നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള പണം ഇപ്പം തന്നെ നമുക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ വിനിയോഗിക്കണം എന്ന് ചോദ്യത്തിന് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഇപ്പം തന്നെ അതിൻ്റെ വിനിയോഗം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തെറ്റായ പ്രചരണം ഞങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ തുടക്കത്തിൽ പ്രഖ്യാപിച്ചത് സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും എന്നാണ്. സംസ്ഥാന ഗവൺമെൻറ് ഒരു പരാതിക്കും ഇടയില്ലാത്ത വിധത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് സർവകക്ഷി യോഗം ഗവൺമെൻറ് തന്നെ വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൻ്റെ എല്ലാം തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് വീട് നിർമ്മാണം, ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്യുക. ഇത് കൂടാതെ ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഇപ്പോൾ നമ്മുടെ സഹോദരൻ അനീഷിന് ഒരു ജീപ്പ് കൊടുത്താലൊന്നും അനീഷിനെ നമുക്ക് സമാധാനിപ്പിക്കാൻ കഴിയില്ല എന്നറിയാം. കാരണം അനീഷിന് ഒരുപാട് വലിയ നഷ്ടങ്ങളുണ്ടായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അനീഷിനെ പോലെയുള്ള ധാരാളം ആളുകൾക്ക് ഇതുപോലെയുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ കൂടി ചേർത്ത് പിടിക്കണം എന്നാണ് DYFI ആലോചിക്കുന്നത്. അനീഷ് ജീപ്പ് ഓടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ജീപ്പ് ഓടിച്ച അദ്ദേഹത്തിൻ്റെ ജീവന ഉപാധി പൂർണ്ണമായും തകർന്നു പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ജീപ്പ് ആവശ്യമാണെന്ന് നമുക്കറിയാം. അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിപാടികളുടെ ഒരു തുടക്കം എന്ന നിലയിൽ അനീഷിന് ഒരു ജീപ്പ് എടുത്തു കൊടുക്കണമെന്ന് വയനാട് ജില്ലാ ഭാരവാഹികൾ റഫീഖും ഫ്രാൻസിസും ജിതിനുൾപ്പെടെ നിങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ വയനാട് ജില്ലാ കമ്മിറ്റിയാണ് ഇതിന് വളരെ സജീവമായി മുൻകൈ എടുത്തത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ജീപ്പിൻ്റെ കൈമാറ്റ ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇനിയും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ DYFI ഇടപെടും. മറ്റൊന്ന്, ഇവിടെ വയനാട് ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ ഇത് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കുറേ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ നാദാപുരം വിലങ്ങാട് ഒരാൾ മരണപ്പെടുന്ന നിലയുണ്ടായി. അവിടെയും കുറേ വീടുകൾ നഷ്ടപ്പെടുന്ന നിലയുണ്ടായി. അപ്പോൾ അവിടെയെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളിൽ DYFI വ്യാപൃതരാവും.